ഹലോ നമസ്തേ കപ്പിൾസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. അപ്പോ ഇന്ന് ആട് 3ന്റെ ഒരു ട്രെയിലർ വന്നിട്ടുണ്ട്. കാത്തിരുന്ന ട്രെയിലർ ഫ്രൈഡേ ഫിലിംസ്. അപ്പൊ നമുക്ക് ആട് 3ന്റെ ട്രെയിലർ നോക്കാം, കണ്ടോകാം. ആകാശത്തിനും അപ്പുറത്ത് ഏതോ ഒരു ലോകത്തു നിന്നാണ് ഇത് വന്നിട്ടുള്ളത്. അങ്ങനെ ആ കാരണവുമായി ഞങ്ങളോട് പറഞ്ഞു തന്നിട്ടുള്ളത് അജ്ഞാതമായ ശക്തി ഇതന്വേഷിച്ച് പല ദുഷ്ടശക്തികളും പല കാലങ്ങളിൽ ഇതിനു വേണ്ടി യുദ്ധങ്ങൾ വരെ നടക്കും. പുറകിലൂടെ നാഗത്താം പാലത്തിന്റെ പണി നടക്കാം. നമുക്ക് ഓരോരുത്തരെയായി ഈ മുക്കാലിയിൽ കയറി നിന്ന് അമ്പ ഇത് കൊല്ലാം. അത് മതി. സച്ചിൻ സച്ചിൻ ഇനിയാണ് നമ്മുടെ പ്ലാൻ തുടങ്ങുന്നത്. വയലൻസ് വേണ്ടെന്ന് 100 തവണ ഞാൻ പറഞ്ഞു. ഈ വൈകാത്ത നടുവ് നിൽക്കണം. എനിക്ക് പോരാടാനുള്ള സമയം സമാഗതമാകും. എന്താണോ വരുന്നത്? ഡ്രസ്സൊക്കെ മാറ്റി ബൈക്ക് തിരിച്ചു കിട്ടി കേട്ടാ. എല്ലാരും കയറ്റി ഒരുമിച്ച് കേട്ടാ. അത് കൊള്ളാം കേട്ടോ. എന്റെ ബാക്കിൽ ബാങ്കോക്കും മുന്നിൽ മയാമിയുമാണ്. ഒരു കൈ മാറ്റി. ഇതിപ്പോ ഈ ഡ്രസ് ട്രെൻഡിങ് ആവും കേട്ടോ. അടുത്ത ഓണത്തിനുള്ള ഡ്രസ് റെഡി. ഇൻഡസ്ട്രിയലിന്റെ തീം വരുന്നുണ്ട് ഈ സീൻ. അങ്ങനെയൊക്കെ ഇതുപോലെ ലാസ്റ്റ് റൈഡ്. എടാ പാർട്ട് 1 ലാസ്റ്റ് റൈഡ്. അപ്പൊ ഇനി പാർട്ട് 2 ഉണ്ടാ. അങ്ങനെ ആയിരിക്കോ? എടാ ഇത് ഒരു ഐഡിയയും കിട്ടണില്ല എന്തോന്നാണെന്ന്. പക്ഷെ പൊട്ടൂന്നായിരുന്നു എല്ലാരും വിചാരിച്ചത്. പക്ഷെ പൊട്ടൂല. ഷാറോമാൻ കത്തിച്ച് ഷാറോമാൻ കത്തിച്ച്. എടാ എല്ലാരും അല്ലേ പോസ്റ്ററൊക്കെ വന്നപ്പം ഈ പടം പൊട്ടും കൊണ്ട് കളയുന്നു. പക്ഷെ ട്രെയിലർ കണ്ടപ്പോ എന്റർടൈൻമെന്റ് പാക്ക് ചെയ്ത് വെച്ചേക്കാണ്. അതാണ് പാക്ക് ചെയ്ത് വെച്ചേക്കാണ്. മറ്റേ നീല കൊടുവയിലേക്ക് പാസ്റ്റ് ആയിരിക്കോടാ. അതെങ്ങനെയാണ് ഇത് വന്നത്? ഓറ ഉണ്ടല്ലേ. പിന്നെ പുതിയ ട്രെൻഡ് കയ്യിൽ വരും. മറ്റേ ഡ്യൂഡിനൊക്കെ വേറെ എന്തൊക്കെയോ ഇനി ഇടയ്ക്ക് ഓർമ്മ പോകും. ഇനി കാണിക്കാരും ഇല്ലല്ലോ, എല്ലാരും കാണിച്ചില്ല. അതുപോലെ മെയിൻ ക്യാരക്ടേഴ്സ് എല്ലാരും ആയി ഉള്ളത്. പിന്നെ ഇങ്ങനെ ചില റൂമറൊക്കെ ആയിട്ട് മറ്റേ അബു ഉണ്ടല്ലോ, അവൻ പ്രതികാരം മറ്റേ കൈപ്പറ കുഞ്ഞപ്പ അതെ ആദ്യം ഇങ്ങനെ ഒരു എന്താണ് പീരിയോഡിക് ഡ്രാമ പോലെ ഹിസ്റ്ററി പോലെ കാണിച്ച് പെട്ടെന്ന് തലയില്ലാതെ മാറി. പിന്നെ മറ്റേ സണ്ണി വല്ല നടുവെന്ന് തോന്നുന്നു. എടാ ഇവർക്ക് ഇത് ഉണ്ടാവോ? ഇവരെ ക്യാരക്ടർ അതല്ല തീം അതല്ല എന്തായാലും.
വേറെ എന്തൊക്കെയാ കാണും ഇതിനകത്ത്. പിന്നെ ഏറ്റവും അവസാനം ഇങ്ങനെ വണ്ടി ഇങ്ങനെ വന്നില്ലേ, അത് ഇൻഡസ്ട്രിയിലുള്ള അതേ സീനാണ് അത്. കാട്ടിക്കൂടെ അകത്ത് ഇടിച്ചു കയറും ഇങ്ങനെ മറ്റേ ഇൻഡസ്ട്രിയിൽ അങ്ങനെ ഉണ്ടായിരുന്നു. അത് തന്നെ, അത് റെഫറൻസ് ആയിരിക്കും. വിഷയം നല്ല പടം. അല്ല നല്ല പടം, നല്ല ട്രെയിലർ സൂപ്പർ. നമ്മൾ ആട് 3 എന്ന് വിചാരിച്ച പോലെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഒരു മനുഷ്യന് ഈഗോ അറിയിക്കാനാ ഷാറുമായി എന്നെ കളിയാക്കാറ ആ ഒരു രീതിയില് സെറ്റ് എല്ലാവരും ഒരുമിച്ച് തിയേറ്റർ കേൾക്കുമ്പോ ആ ഒരു രോമാഞ്ചം പൊളിയായിരിക്കും. അപ്പൊ എന്റർടൈൻമെന്റ് ഫുൾ എന്റർടൈൻമെന്റ് വൈബ് ഓൺ എന്നാണ് പടം നമ്മളെന്തായാലും ദുരന്തറും ആടുമാണ് കാണുക. ടോക്സിക് രണ്ടാമതേ കാണുള്ളൂ. എല്ലാം കൂടെ ഒരുമിച്ച് കാണാൻ പറ്റൂലല്ലോ. 4 മണിക്കൂർ അത്രയൊക്കെ ഉണ്ട്. ഇതും 3 മണിക്കൂർ വരുമായിരിക്കും. പിന്നെ മാനുവലിന്റെയാണ് ബാക്കി എല്ലാം ഇരിക്കണത്. നമുക്ക് അറിയാം, നോക്കാം എന്തോന്നാണ്. അത്രേ ഉള്ളൂ. അപ്പൊ ഷാജി പാപ്പൻ ആൻഡ് ടീം എല്ലാവിധ ആശംസകൾ. അപ്പം ഷാജി പാപ്പൻ ആൻഡ് ടീം, ആടിന്റെ എല്ലാ ടീമിനും നമ്മൾ എല്ലാവിധ ആശംസകൾ. പടം ഹിറ്റ് ആവട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അപ്പൊ പുതിയ സിനിമാറ്റിക് വിശേഷങ്ങൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. പുതിയ സിനിമാറ്റിക് വിശേഷങ്ങളുമായി ഞങ്ങൾ ഉടനെ വരാം. അണ്ടിൽ ദെൻ ലൈൻ കട്ട്.